നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് ഈ ബ്രഹ്മോസ് മിസൈലുകൾ, ഏതാണ്ട് 15 ബ്രഹ്മോസ് മിസൈലുകളാണ് പാകിസ്ഥാനിൽ ചെന്ന് പതിച്ചതെന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ ബ്രഹ്മോസ് മിസൈലുകൾ എവിടെ നിന്നാണ് തൊടുത്തുവിട്ടത് എന്നുള്ള തരത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. ചിലർ പറഞ്ഞു അത് റഫേൽ വിമാനങ്ങളിൽ നിന്നാണ്, ചിലർ പറഞ്ഞു അത് നമ്മുടെ INS വിക്രാന്ത് വിമാനവാഹിനി കപ്പലുണ്ടല്ലോ അതിൽ നിന്ന് തൊടുത്തുവിട്ടതാണ് എന്നുള്ളതൊക്കെ. പക്ഷെ പിന്നീട് വന്ന വിശ്വസനീയമായ വിവരം ഈ ബ്രഹ്മോസ് മിസൈലുകളൊക്കെ കുതിച്ചു പാഞ്ഞത് നമ്മുടെ സുഖോയ് 30 യുദ്ധവിമാനങ്ങളിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ അത് ഒരു റഷ്യൻ നിർമ്മിത അല്ലെങ്കിൽ റഷ്യയുടെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അസംബിൾ ചെയ്ത സുഖോയ് 30യിൽ നിന്നാണ് ഈ ബ്രഹ്മോസ് മിസൈലുകൾ കുതിച്ചു പാഞ്ഞത് എന്നുള്ള വിവരമാണ് പിന്നീട് വന്നത്. അപ്പോൾ സ്വാഭാവികമായി സംശയം തോന്നാം. കാരണം ഈ റഫേൽ ആണല്ലോ കുറച്ചുകൂടി പുതിയ വിമാനം, അല്ലെങ്കിൽ കുറച്ചുകൂടി സാങ്കേതികപരമായി മെച്ചപ്പെട്ട വിമാനം. എന്തുകൊണ്ട് നമ്മൾ റഫേൽ ഉപയോഗിക്കുന്നതിന് പകരം സുഖോയ് 30 ഉപയോഗിച്ചു എന്നുള്ളത്. അതിന് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്. നമ്മുടെ റഫേൽ സാമാനം കിടുവാണ്, സംഭവം അടിപൊളി സംഗതിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പല ആയുധങ്ങളും റഫേൽ യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് അതിൻ്റെ രീതിയിൽ അതിനെ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താൻ, ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്താൻ ഈ റഫേലിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് കിട്ടിയിട്ടില്ല. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ അറ്റകുറ്റപ്പണിയോ അല്ലെങ്കിൽ അതിൽ ചില കൂട്ടിയിണക്കലോ കൂട്ടിച്ചേർക്കലോ ചിലത് ഒഴിവാക്കലോ വേണമെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഘടന മാറ്റുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയറിൽ ചില ഭേദഗതി വരുത്തുന്നതിനോ നമുക്ക് അവകാശമില്ല, അല്ലെങ്കിൽ അത് സാധിക്കില്ല. അതിൻ്റെ പൂർണ്ണ അധികാരം അതിൻ്റെ നിർമ്മാതാക്കളായ ദസോത്ത് ഏവിയേഷൻസ് എന്ന് പറയുന്ന ഫ്രഞ്ച് വിമാന നിർമ്മാണ കമ്പനിയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു യുദ്ധമുഖത്തെത്തിയപ്പോൾ വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. എന്ന് കരുതി റഫേൽ യുദ്ധവിമാനം അത്ര മോശം ആണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇന്ത്യയുടെ തദ്ദേശീയമായ പല ആയുധങ്ങളും അതുമായി കൂട്ടിയിണക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വസ്തുത തന്നെയാണ്. അപ്പോഴാണ് ഈ സുഖോയ് 30 നമ്മുടെ കൂടെ ഏതാണ്ട് പതിറ്റാണ്ടുകളായി നമ്മുടെ ഇന്ത്യൻ സേനയുടെ ഭാഗമാണ് സുഖോയ് 30 വിമാനങ്ങൾ. റഷ്യയിൽ നിന്ന് നമ്മൾ എത്തിച്ച വിമാനങ്ങൾ പിന്നീട് റഷ്യ അതിനുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം വരുത്തിയതോടുകൂടി നമ്മൾ ഇവിടെയാണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ തന്നെയാണ് അത് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തുകൊണ്ട് ഞാൻ ഈ സുഖോയ് 30യെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതിനെ കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം. കാരണം ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് വളരെ ഗൗരവതരമായി ചിന്തിക്കുന്നുണ്ട്. അമേരിക്ക F-35 യുദ്ധവിമാനങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തു. പക്ഷേ ഇന്ത്യ ആ വാഗ്ദാനം നിരസിക്കുകയാണ്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാവുന്നതാണല്ലോ. അമേരിക്കയും ഇന്ത്യയുമായി ഒരു വലിയ രീതിയിലുള്ള തീക്ഷ്ണമായ ഒരു വ്യാപാര യുദ്ധം നിലനിൽക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഏതെങ്കിലും തരത്തിൽ സുഖിപ്പിക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങി അമേരിക്കയെ അങ്ങ് സന്തോഷിപ്പിക്കേണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം. അത് മാത്രമല്ല അതിൻ്റെ കാരണം, F-35 എന്ന് പറയുന്നത് സാങ്കേതികപരമായി ഒരുപാട് മുന്നേറിയ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിമാനമാണെന്ന് അവകാശപ്പെടുന്നെങ്കിലും അതിന് ആ പറയത്തക്ക പ്രത്യേകതകളൊന്നും ഇല്ലെന്നും അതിന് നിരവധി ഗുരുതരമായ പിഴവുകൾ സംഭവിക്കുന്ന ഒരു വിമാനമാണെന്നും ഇതിനോടകം തന്നെ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ F-35 അതിൻ്റെ ഒരു ഗതി ഏതാണ്ട് 3-4 ആഴ്ച അവിടെ അനങ്ങാതെ കിടന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് ഒരു ബാധ്യതയാകും. അതുമാത്രമല്ല, ഏതാണ്ട് 700 കോടി രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ ഒരു വിമാനത്തിൻ്റെ വില. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു പ്രതിസന്ധിയാണ്. അതുമാത്രമല്ല, ഈ F-35 വാങ്ങിയാൽ അത് മറ്റൊരു റാഫേൽ വിമാനമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു സോഴ്സ് കോഡ് അവിടെയും ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പൂർണ്ണ അധികാരം അതിൻ്റെ F-35 യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ്റെ കയ്യിലായിരിക്കും. അതുകൊണ്ട് F-35 യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഇതിനും ഒരു കാരണമാണ്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ സന്തത സഹചാരിയായ റഷ്യയെ വീണ്ടും പരിഗണിക്കുന്നത്. റഷ്യ നമുക്ക് മുൻപ് 5ാം തലമുറയിൽപ്പെട്ട സുഖോയ് 57 വിമാനങ്ങൾ അത് സംയുക്തമായി നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ അത് ഇന്ത്യക്ക് നൽകുന്നതിനോ ഒരു വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ഇന്ത്യ തൽക്കാലം ആ വാഗ്ദാനം നിരസിക്കുകയാണ് ഉണ്ടായത്. കാരണം ഇന്ത്യ വിമാനങ്ങൾ, പ്രത്യേകിച്ച് തേജസ് അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനാൽ 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനാണ് രാജ്യത്തിന് താല്പര്യം എന്ന നിലപാടിൻ്റെ പേർ. അതുമാത്രമല്ല, വിദേശ ആയുധങ്ങൾ വാങ്ങിയാൽ വലിയൊരു പണച്ചിലവാകും. ഇതും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്ന് തൽക്കാലം ആ വാഗ്ദാനം നിരസിച്ചത്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് സുഖോയ് 57 വിമാനങ്ങൾ വാങ്ങാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സൂചന വന്നിരിക്കുന്നത്.
മിക്കവാറും ഇന്ത്യക്ക് ഏതാണ്ട് 250ഓളം വിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമസേനയിൽ കുറവുണ്ട്, അല്ലെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് 250ഓളം വിമാനങ്ങൾ ഇന്ത്യക്ക് വേണം എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതിൽ ഏറിയ പങ്കും വേണ്ടത് ഈ 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങളാണ്. അപ്പോൾ അതിലേക്ക് സുഖോയ് 57നെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. എന്തുകൊണ്ട് സുഖോയ് 57 എന്നുള്ളതിന് നിസ്സാരമായ ഒരു ഉത്തരമുണ്ട്. കാരണം റഷ്യയിൽ ഇന്ത്യ അർപ്പിക്കുന്ന വിശ്വാസവും സൗഹൃദവും പരിഗണനയും തന്നെയാണ്. അതുമാത്രമല്ല, ഈ F-35നെ അപേക്ഷിച്ച് സുഖോയ് 57ന് വിലക്കുറവാണ്, അല്ലെങ്കിൽ റഷ്യ ഇന്ത്യക്ക് കുറച്ചുകൂടി ഉദാരമായ വിലയ്ക്ക് അത് നൽകാൻ സന്നദ്ധമാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ സോഴ്സ് കോഡ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം അത് റഷ്യ സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ അത് അസംബിൾ ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നാഷിക്കിലെ നിർമ്മാണശാലയിൽ ഈ പറയുന്ന സുഖോയ് 57E അത് അസംബിൾ ചെയ്യാം എന്നുള്ള ഒരു വാഗ്ദാനമാണ് നമ്മുടെ റഷ്യൻ അധികൃതർ നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതാണല്ലോ ഇന്ത്യയുടെ ആശയം. അപ്പോൾ ഇത്തരത്തിൽ മേക്ക് ഇൻ ഇന്ത്യ തന്നെ നടപ്പിലാകുമ്പോൾ നിലവിൽ സുഖോയ് 57 വിമാനങ്ങൾക്ക് ഉള്ള ചെലവ് എത്രയാണോ അതിൻ്റെ നേരെ പകുതിയെ ഇന്ത്യക്കാകുള്ളൂ എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതുമാത്രമല്ല, ഇതിന് ഈ 5ാം തലമുറയിൽപ്പെട്ട ഒരു യുദ്ധവിമാനമാണ്. അതിന് ചില പ്രത്യേകതകളുമുണ്ട്. പ്രത്യേകിച്ചും പറഞ്ഞാൽ സൂപ്പർ ക്രൂയിസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതേപോലെ എയ്സ എന്ന് പറയുന്ന അത്യന്താധുനിക റഡാർ സംവിധാനം ഈ പറയുന്ന സുഖോയ് 57 ഉണ്ട്. അത് മാത്രമല്ല, ഇത് ഒരു സ്റ്റെൽത്ത് ഫൈറ്ററാണ്. അതായത് റഡാർ സിഗ്നലുകളെ കബളിപ്പിച്ചുകൊണ്ട് റഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ ഇത് ഒളിച്ചു കടന്ന് ശത്രു രാജ്യത്ത് പോയി യുദ്ധം ചെയ്യാൻ ഉള്ള ഒരു പ്രാപ്തി സുഖോയ് 57 എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. കാരണം ഇന്ത്യയുടെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും രണ്ടും ഇന്ത്യയുമായിട്ട് അത്ര സൗഹൃദത്തിലല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണല്ലോ. അതിൽ ചൈനയുടെ J-35 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ അവർ പാകിസ്ഥാന് നൽകാൻ ധാരണയായിട്ടുണ്ട്. വരുന്ന ഡിസംബറോടുകൂടി പാകിസ്ഥാൻ ഈ പറയുന്ന 5ാം തലമുറ വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ അവരുടെ സ്വന്തമാകും. അതുമാത്രമല്ല, ചൈന നിലവിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യമാണ്. അവർ 6ാം തലമുറ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ ഒരു സുരക്ഷാ ഭീഷണിയാണ്. അതുമാത്രമല്ല, ഇന്ത്യയിലെ വ്യോമസേനയ്ക്ക് നിലവിൽ വിമാനങ്ങളുടെ അഭാവമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയുടെ നിരവധി യുദ്ധങ്ങൾക്ക് പങ്കെടുത്തിട്ടുള്ള വിമാനങ്ങളെല്ലാം തന്നെ കാലപ്പഴക്കം ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, നിലവിൽ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഒരവസ്ഥ അതിന് കാര്യമായ മുന്നോട്ട് പോക്കുണ്ടായിട്ടില്ല. കുറച്ച് കാലതാമസം അക്കാര്യത്തിലും വരും. നമ്മുടെ യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ കാലപ്പഴക്കമുള്ള യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ റിട്ടയർ ചെയ്ത് സർവീസിൽ നിന്ന് പിൻവലിക്കാനുള്ള സമയവുമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള യുദ്ധങ്ങൾ വ്യോമമാർഗമുള്ളതാണ്, അല്ലെങ്കിൽ വ്യോമസേനയ്ക്കാണ് ഏതൊരു രാജ്യത്തിനും മേൽക്കൈ നേടാൻ സാധിക്കുക എന്ന വസ്തുത ഇരിക്കെ വ്യോമസേനയെ കരുത്തുറ്റതാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതി ഉണ്ടെങ്കിൽ തന്നെയും അതിന് കാലതാമസം ഉണ്ടാകും. ഏതാണ്ട് 2035 അത് ഏതാണ്ട് സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ തീർച്ചയായും നമുക്ക് അതിന് ബദൽ എന്ന രീതിയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അത് വാങ്ങുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ റഷ്യയിൽ നിന്ന് തന്നെ അത് വാങ്ങാനായിരിക്കും നമ്മൾ താല്പര്യപ്പെടുക. അതോടുകൂടി റഷ്യയുമായിട്ടുള്ള സഹകരണം ശക്തിപ്പെടും. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കുള്ള ഒരു ശക്തമായ മറുപടിയായും അത് മാറും.